ഹലോ മക്കളെ, അഖില മിസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അക്കാദമിക് ഇയറിലുള്ള നമ്മുടെ ആദ്യത്തെ നെക്സ്റ്റ് എക്സാം ഇതാ സെപ്റ്റംബർ 13-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മക്കൾക്ക് ഏതാണോ സൗകര്യം ആ സെന്ററിൽ പോയിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 8ലും 9ലും 10ലും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ നെക്സ്റ്റ് എക്സാമിനേഷൻ്റെ നമ്മുടെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ഏത് സ്ട്രീം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് കെമിസ്ട്രി പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, കെമിസ്ട്രിയിലെ ഈ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കെമിസ്ട്രിയിൽ 4 ഏരിയകളാണ് ഉള്ളത്. അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്, ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ്, ഫൈനലി നമ്മുടെ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. ഈ 4 ഏരിയകളിലായിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റംസ്, ഡാൾട്ടൺസ് തിയറി, സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് ആറ്റം മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ ബോർ മോഡൽ ഉണ്ട്, ആൻഡ് കെമിക്കൽ ബോണ്ടിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരുന്ന സമയത്ത് അവിടെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, ആൻഡ് ഡിഫ്യൂഷൻ ഉണ്ട്, മിക്സ്ചറും അതിന്റെ ഡിഫറെന്റ് ടൈപ്സും നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ആൻഡ് പ്യൂർ സബ്സ്റ്റൻസും അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്കുള്ളത് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും അവിടെ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്ന സമയത്ത് ആസിഡിന്റെയും ബേസിന്റെയും ഒക്കെ ജനറൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് പഠിക്കണം. ആൻഡ് pH വാല്യൂസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സോൾട്സിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8ലാണെങ്കിലും 9ലാണെങ്കിലും 10ലാണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്ന മിക്ക കോൺസെപ്റ്റുകളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.